നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. നാളെ ജനുവരി മാസം 24-ാം തീയതി വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം വരെ ദശമിയാണ്, ശേഷം ഏകാദശി ആരംഭം. മേടരാശിക്കാർക്ക് ചന്ദ്രാഷ്ടമമാണ്. ഈ ചന്ദ്രാഷ്ടമ കാലത്ത് മേടരാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക എന്നീ 3 നക്ഷത്ര ജാതകർ അല്പം കരുതിയിരിക്കുക. എന്നാൽ 7 ദിവസത്തിനകം വളരെയേറെ സൗഭാഗ്യം വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന ചില നക്ഷത്രജാതകരുണ്ട്. ഇവരുടെ ഭാഗ്യകാലം ഈ 7 ദിവസക്കാലം വളരെയേറെ നല്ലത് തന്നെയായിരിക്കും. എന്നാൽ മേടരാശിക്കാർക്ക് ചന്ദ്രാഷ്ടമമാണ്. സംസാരത്തിൽ ശ്രദ്ധിക്കുക. 8-ാമിടത്ത് ചന്ദ്രൻ ഇരിക്കുന്നതിനാൽ 2 ദിനങ്ങൾ ജാഗ്രത പാലിക്കണം. അതായത് വെള്ളിയും ശനിയും അല്പം കോപമൊക്കെ നിയന്ത്രിക്കുക. വളരെയേറെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയം തന്നെയാണ് മേടക്കൂറുകാർ. മേടക്കൂറിലെ അശ്വതിയും ഭരണിയും കാർത്തികയും ഈ 2 ദിനങ്ങൾ, അതായത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അല്പം ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം. ഈ ഒരു സമയത്തായിരിക്കും നമ്മൾ ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടാകുക. നമ്മൾ ചുമ്മാ ഇരുന്നാലും മതി, വഴക്കുകൾ ഇങ്ങോട്ട് വരും. അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മേടൻ രാശിക്കാർക്ക് 2 ദിവസം, വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അല്പം കരുതലോടെ ഇരിക്കേണ്ട സമയമാണ്. എന്നാൽ ചില നക്ഷത്ര ജാതകർക്ക് വളരെയേറെ സൗഭാഗ്യമാണ് ഈ ഒരു 7 ദിവസക്കാലം. ഈ 7 ദിവസത്തിനകം ഇവർക്ക് ചില ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. ചിലർക്കാണെങ്കിൽ ലോട്ടറി അടിക്കുന്നതായി കാണുവാൻ സാധിക്കും. ചിലർക്കാണെങ്കിൽ ഒരു ജോലിയിൽ പ്രവേശിക്കാനുള്ള യോഗം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. കാലങ്ങളായി പരിശ്രമിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളും നടക്കുന്നതായി കാണുവാൻ സാധിക്കും. ഏതായാലും വരുന്ന 7 ദിവസക്കാലം ഇനി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെയേറെ നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും ഒക്കെ കാലമായിരിക്കും. ആ നക്ഷത്ര ജാതകർ ആരൊക്കെയാണ്, അവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി വളരെയേറെ ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു. ഒരുപാട് പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഒക്കെ പൊക്കൊണ്ടിരുന്ന രോഹിണി നക്ഷത്ര ജാതകർക്ക് ഇനി ഒരു വലിയ സൗഭാഗ്യം, വലിയൊരു നേട്ടം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ്. ഇവരുടെ നല്ല സമയം തെളിയാൻ പോകുന്നു. രോഹിണി നക്ഷത്ര ജാതകർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക, വഴിപാടുകളൊക്കെ നടത്തുക. ഇത് നിങ്ങൾ എഴുതി വെച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ 7 ദിവസത്തിനകം വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു ധനഭാഗ്യം വന്നു ചേരും. ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുന്ന സമയം തന്നെയാണ് രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച്. ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. ഒരു വീടൊക്കെ വാങ്ങാൻ, അല്ലെങ്കിൽ വീട് അന്വേഷിക്കുന്നവർക്ക് വീട് കിട്ടുക, ധനപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടും. ശിവക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക, വഴിപാടുകൾ നടത്തുക, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം നടത്തുക വ്യാഴാഴ്ച ദിവസം, അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടം വന്നു ചേരുവാൻ, ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ പൂവണിയുവാൻ കാരണമാകും. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കും. ജീവിതത്തിൽ വലിയൊരു പുരോഗതി വന്നു ചേരുന്ന സമയമാണ്. ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറും. ദേവാലയ ദർശനം നടത്തുക, അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിലൊക്കെ ദർശനം നടത്തുക, പ്രാർത്ഥനയും വഴിപാടുമൊക്കെ നടത്തുന്നതിലൂടെ ഈശ്വരാദിത്യം നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറുന്നതായി കാണുവാൻ സാധിക്കും. ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക, വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം പുണർദമാണ്. പുണർദ നക്ഷത്ര ജാതകർക്കും 7 ദിവസത്തിനകം വലിയൊരു സൗഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഒരുപാട് കടങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ആ കടങ്ങളൊക്കെ മാറുവാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഏറെക്കാലമായി വിചാരിച്ചു കൊണ്ടിരുന്ന ചില കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ഈ ഒരു സമയത്ത് ഇവർക്ക് കഴിയും. അതുപോലെ തന്നെ സ്ഥിരമായ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടും. ബിസിനസ്സിലൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പുണർന്ന നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. ശിവക്ഷേത്ര ദർശനം നടത്തുക, ദേവീക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക. മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളുമായി മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്. ദേവീ ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തുക. ഇതെഴുതി വെച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യം, വലിയ നേട്ടങ്ങളൊക്കെ വന്നു ചേരും. വരുമാനമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുവാൻ കഴിയുന്ന സമയമാണ്. ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം പൂരമാണ്.
പൂരനക്ഷത്ര ജാതകർക്ക് 7 ദിവസത്തിനകം വളരെ അപ്രതീക്ഷിതമായ ഒരു വലിയ നേട്ടം, ധനനേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. ഒരു വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പൂരനക്ഷത്ര ജാതകർക്ക് അതേതായാലും തീർച്ചയായിട്ടും നടക്കും, ഉറപ്പായിട്ടും നടന്നിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ്. പുതിയ മേഖലകളിൽ വിജയം കൈവരിക്കാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. വിദേശ പഠനത്തിന് പോകാൻ സാധിക്കും. വിദേശത്ത് ഒരു ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ജോലിയൊക്കെ വളരെ പെട്ടെന്ന് കിട്ടുന്നതായി കാണുവാൻ സാധിക്കും. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ചിത്തിരയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്. ജീവിതത്തിലെ ക്ലേശകാലങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് രക്ഷപ്പെടാൻ ചിത്തിര നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ്. പ്രതിസന്ധികളൊക്കെ മാറും. കാര്യങ്ങളൊക്കെ വിചാരിച്ചതുപോലെ നടക്കുന്ന നാളുകളായിരിക്കും ഇനി 7 ദിവസം. സാമ്പത്തിക കാര്യത്തിലുള്ള നിയന്ത്രണം തുടരണം. ദൈവാനുഗ്രഹം ഏറെ ഉള്ളതിനാൽ പ്രതിസന്ധിയിലൊന്നും പെടുകയില്ല. വളരെയേറെ നേട്ടമായിരിക്കും. ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ അതൊക്കെ വിജയത്തിൽ എത്തുവാൻ സാധിക്കും. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുന്ന സമയം തന്നെയാണ് 7 ദിവസം. വളരെയേറെ ഭാഗ്യത്തിലേക്കാണ് കിടക്കുന്നത്. വളരെയധികം നേട്ടമാണ്. ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഭാഗ്യത്തിൻ്റെ പെരുമഴ പെയ്യുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഈ ഒരു സമയത്ത് ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം. ആഗ്രഹം എന്താണോ അതൊക്കെ നടന്നു കിട്ടും. ദൈവാനുഗ്രഹത്താൽ ഒത്തിരി പ്രതീക്ഷകൾ പൂവണിയുന്ന സമയമാണ്. ഭാഗ്യമാണ്, നേട്ടമാണ്. അതുപോലെ തന്നെ ഒരു സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ഥലം വാങ്ങുവാൻ, അല്ലെങ്കിൽ വീട് വയ്ക്കുവാൻ, അല്ലെങ്കിൽ ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ജോലിയൊക്കെ കിട്ടാൻ കഴിയുന്ന സമയമാണ്. എല്ലാ രീതിയിലും നേട്ടവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം മൂലമാണ്. മൂലം നക്ഷത്ര ജാതകർക്കും 7 ദിവസത്തിനകം ഒരു വലിയ നേട്ടത്തിൻ്റെ, ഒരു സൗഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നതായി കാണുവാൻ സാധിക്കും. ഇത് എഴുതി വെച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ രീതിയിൽ വലിയ മാറ്റങ്ങളും വന്നു ചേരും. കുടുംബത്തിൽ സന്തോഷവും ഉണ്ടാകും, പുരോഗതി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ കഴിയും. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അതിലൊക്കെ വിജയം, ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണം നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ്. നേട്ടത്തിലേക്കാണ് പോകുന്നത്. സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരുവാൻ സാധിക്കും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറും. ആരോഗ്യമൊക്കെ നിലനിർത്താൻ കഴിയും. ജോലി രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. കുടുംബത്തെ സ്വസ്ഥത പ്രതീക്ഷിക്കാം. ധാരാളം ധനം വന്നു ചേരും. നഷ്ടങ്ങളൊക്കെ കുറയും. ഏറെക്കാലമായി തടസ്സപ്പെട്ടിരുന്ന തടസ്സങ്ങൾ നീങ്ങി മുന്നോട്ട് പോകുന്നതായി കാണുവാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടാൻ കഴിയും. ജോലി രംഗത്ത് ഉയർന്ന സ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുവാൻ ഇവർക്ക് കഴിയും. അടുത്ത നക്ഷത്രം ചതയമാണ്. ചതയ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു. ദേവീക്ഷേത്ര ദർശനം നടത്തണം. ധനനേട്ടത്തിൻ്റെ സമയമാണ്. ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം തന്നെയാണ്. ഒത്തിരി സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇനി ഭാഗ്യാനുഭവങ്ങളുടെ ഒരു വലിയ നേട്ടത്തിൻ്റെ, ഭാഗ്യത്തിൻ്റെ ഉയർച്ചയുടെ സമയം തന്നെയായിരിക്കും. എല്ലാ രീതിയിലും ഉയർച്ച. നാളെ വെള്ളിയാഴ്ചയാണ്. പ്രത്യേക പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ ഗണപതി ഹോമവും ഉണ്ടായിരിക്കുന്നതാണ്. ആ ഗണപതി ഹോമത്തിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. അതുപോലെ തന്നെ വെള്ളി ശനി ദിനങ്ങളിൽ ചന്ദ്രാഷ്ടമാണ് മേടൻ രാശിക്കാർക്ക്. ഈ ചന്ദ്രാഷ്ടമ സമയത്ത് 2 ദിവസം വളരെയേറെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. കോപം വരും, അത് ശ്രദ്ധിക്കണം, നിയന്ത്രിക്കണം. 2 ദിവസം നിങ്ങളുടെ അനുഭവം, മേടരാശിക്കാരുടെ അനുഭവം എന്താണ് എന്ന് പിന്നീട് എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ കുറിക്കുക. അല്പം സംസാരത്തെ ശ്രദ്ധിക്കുക, മുന്നോട്ട് പോവുക. ഭാഗ്യം വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.